മാന്യ സദസ്സിന് നമസ്കാരം. ജീവിത വിശുദ്ധി കൊണ്ട് ആത്മാരിൽ നിന്ന് വിശുദ്ധ പദവിയിലെത്തിയ ഒരു പുണ്യാത്മാവിന്റെ കഥ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ജീവിതം സാക്ഷി, അതെ ജീവിതം സാക്ഷി. മലർമേടുകളെ തഴുകിയുണർത്തും ത്രിവേണി സംഗമ ഭൂമി, മലർമേടുകളെ തഴുകിയുണർത്തും ത്രിവേണി സംഗമ ഭൂമി. കന്യാകുമാരി ജില്ലയിലെ നെട്ടാലം എന്നൊരു ഗ്രാമം, കന്യാകുമാരി ജില്ലയിലെ നെട്ടാലം എന്നൊരു ഗ്രാമം. നമ്പൂരി കുടുംബത്തിലൊരുണ്ണി പിറന്നേ, നമ്പൂരി കുടുംബത്തിലൊരുണ്ണി പിറന്നേ. കന്യാകുമാരി ജില്ലയിലെ വശ്യസുന്ദരമായ നെട്ടാലം എന്നൊരു ഗ്രാമത്തിൽ 1712 ഏപ്രിൽ മാസം 23-ാം തീയതി വാസുദേവൻ നമ്പൂതിരിയുടെയും ദേവികാമ്മയുടെയും മകനായി നീലകണ്ഠപിള്ള പൂജാതനായി. കൈമേ വളരാൻ കാത്തിരുന്നു മാതാപിതാക്കൾ, രാജകലയിൽ വളർന്നിടാൻ വിദ്യാ കായിക അഭ്യാസത്തിൽ ഒന്നാമാനായി നീലകണ്ഠൻ പതിയെ പതിയെ വളർന്നു തുടങ്ങി, പതിയെ പതിയെ വളർന്നു തുടങ്ങി. വിദ്യാഭ്യാസത്തിലും കായികാഭ്യാസത്തിലും ഒന്നാമനായ നീലകണ്ഠപിള്ള മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ പ്രിയപ്പെട്ട ചങ്ങാതിയായി മാറി. കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട അംഗരക്ഷകനായി നീലകണ്ഠപിള്ളയെ നിയമിച്ചു. രാജാവിൻ പ്രിയ തോഴൻ, എല്ലാവർക്കും ഇഷ്ടത്തോഴൻ, തിരുവിതാംകൂറിന്റെ അഭിമാനം, തിരുവിതാംകൂറിന്റെ അഭിമാനം, തിരുവിതാംകൂറിന്റെ അഭിമാനം. 1741 തിരുവിതാംകൂർ സൈന്യം കുളച്ചൽ യുദ്ധത്തിൽ ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി. അന്നത്തെ ഡച്ച് സൈന്യാധിപനായിരുന്ന ക്യാപ്റ്റൻ ഡിലനോയ് തടവിലാക്കപ്പെട്ടു. ക്യാപ്റ്റന്റെ യുദ്ധവൈദഗ്ധ്യവും സ്വഭാവശുദ്ധിയും കണ്ട മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തന്നെ കൊട്ടാരത്തിന്റെ അംഗരക്ഷകനാക്കുകയും ഉദയഗിരി കോട്ടയിൽ ഒരു പള്ളി നൽകുകയും ചെയ്തു. ഡിലനോയെ സഹായിക്കാൻ നീലകണ്ഠപിള്ളയെ നിയമിച്ചു. ജീവിത പാതയിലെന്നും ക്രിസ്തുവിൻ മാർഗങ്ങൾ ഏറ്റുപാടി പ്രാർത്ഥനാ മന്ത്രങ്ങളാലേ ജീവിച്ചൊരു മനുഷ്യൻ, പ്രാർത്ഥനാ മന്ത്രങ്ങളാലേ ജീവിച്ചൊരു മനുഷ്യൻ. ഡിലനോയെ കണ്ടുപഠിച്ചു, ഡിലനോയെ കണ്ടുപഠിച്ചു നീലകണ്ഠൻ. പദവി ദിനാചാര്യങ്ങളിൽ വചനം കൊണ്ട് നിറയ്ക്കുകയും ക്രിസ്തുവിനെ എന്നും ജീവിതത്തിൽ ചേർത്ത് വെക്കുകയും ചെയ്യുന്ന ഡിലനോയ് മാർത്താണ്ഡവർമ്മയ്ക്ക് എന്നും പ്രിയപ്പെട്ടതായിരുന്നു. അതുപോലെ തന്നെ നീലകണ്ഠപിള്ളയ്ക്ക് അത് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. അങ്ങനെ ഡിലനോയെ കണ്ടു പഠിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. എന്നും യേശുവിനെ മാത്രം ധ്യാനിച്ച് അദ്ദേഹം ജീവിച്ചു. ക്രിസ്തുവിൻ പാതയിൽ എന്നും ജീവിക്കാൻ തീരുമാനിച്ചു, ക്രിസ്തുവിൻ പാതയിൽ എന്നും ജീവിക്കാൻ തീരുമാനിച്ചു. ക്രിസ്തുവിനെ ഏറ്റുവാങ്ങാൻ മാമോദിസ സ്വീകരിച്ചു, ക്രിസ്തുവിനെ ഏറ്റുവാങ്ങാൻ മാമോദിസ സ്വീകരിച്ചു. ഡിലനോയുടെ നിർദ്ദേശപ്രകാരം നീലകണ്ഠപിള്ള 1745 മെയ് 15-ാം തീയതി മാമോദിസ സ്വീകരിച്ചു. ദൈവസഹായം എന്ന പേര് സ്വീകരിക്കുകയും തന്റെ ഭാര്യയെ കൂടി ക്രിസ്തുമതം പഠിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവർ ക്രിസ്തുവിനോടൊത്ത് ഒത്തിരി നാൾ ജീവിതം യാത്രയായി. എന്നാൽ തന്നെ ഈ ജീവിതം മാർത്താണ്ഡവർമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. തന്നെ പല വിധത്തിലും അദ്ദേഹം പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞു, നീ തിരിച്ചു വരിക, ക്രിസ്തുമതം ഉപേക്ഷിച്ചിടൂ, നിന്നെ മന്ത്രിയാക്കിയിടാം, നിനക്ക് വേണ്ടതെല്ലാം നൽകിയിടാം, നിൻ ജീവിതം ആനന്ദപൂർണമാക്കിയിടാം. ഈ പ്രലോഭനങ്ങളൊന്നും ദൈവസഹായം പിള്ളെ തെല്ലും ബാധിച്ചില്ല. ഈശോ എന്ന വാക്കും ഈശോയുടെ അനുഭവങ്ങളുമാണ് തൻ്റെ ചെവികളിൽ മുഴങ്ങിക്കേട്ടത്. കാൽവരിയുടെ വിരിമാറിൽ ഞങ്ങൾക്കായി മരിച്ച ക്രിസ്തുവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ക്രിസ്തുവിനെ സ്വീകരിച്ചത് മാർത്താണ്ഡവർമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഡിലനോയെ പലതരത്തിലും അദ്ദേഹം ക്രൂരമായി പീഡിപ്പിച്ചു. പല വിധത്തിലും സഹിക്കാൻ പറ്റാത്ത വിധം അദ്ദേഹം അവിടെ കണ്ട് ഒരുപാട് കടന്ന് നിലവിളിച്ചു. ഈശോയ്ക്ക് വേണ്ടി ഞാൻ മരിക്കുമെന്ന് വരെ അദ്ദേഹം പറഞ്ഞു. ഇനി ഒരിക്കലും ഞാൻ എൻ്റെ ക്രിസ്തുവിനെ വിട്ട് വരില്ല. അങ്ങനെ ഇനി ഒരിക്കലും ക്രിസ്തുവിനെ വിട്ട് വരില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം നീലകണ്ഠപിള്ളയെ വധിക്കുവാൻ തീരുമാനിച്ചു. അദ്ദേഹത്തെ ഒരു മലയിലേക്ക് കൊണ്ടുപോയി.
ആൾപ്പാർപ്പില്ലാത്തൊരു വനത്തിൽ അൽമായ പുത്രനെ നിന്ദിച്ചതാ. ആൾപ്പാർപ്പില്ലാത്തൊരു വനത്തിൽ അൽമായ പുത്രനെ നിന്ദിച്ചതാ. മാലിന്യ ജലം നൽകി അവിടെയും ദൈവം ഇടപെടുന്നു. മാലിന്യ ജലം നൽകി അവിടെയും ദൈവം ഇടപെടുന്നു. ക്രിസ്തു കാൽവരിയിൽ ഓരോ ചുവട് വയ്ക്കുന്നത് പോലെ കർത്താവേ എനിക്ക് സഹിക്കാനുള്ള കൃപ തരണമേ എന്ന പ്രാർത്ഥനാ മന്ത്രവുമായി അദ്ദേഹം കാറ്റാടി മലയിലെത്തി. ഇനി ഒരിക്കലും ഈ ലോകം ദൈവസഹായം പിള്ളെ അറിയരുത് എന്ന ഉദ്ദേശത്തോടെയാണ് കാറ്റാടി മല തന്നെ തിരഞ്ഞെടുത്തത്. അവിടെ വെച്ചും അംഗരക്ഷകരിൽ പലർ താൻ പഴയ നീലകണ്ഠ പിള്ളിയായി തിരിച്ചു വരാൻ ആവശ്യപ്പെടുന്നു. ചങ്ങലകളാൽ ബന്ധിച്ച നീലകണ്ഠ, നീ ക്രിസ്തുമതം ഉപേക്ഷിച്ചിടൂ. നിന്നെ മന്ത്രിയാക്കിയിടാം, നീ ക്രിസ്തുമതം ഉപേക്ഷിച്ചിടൂ. ഇല്ല, ഞാനെന്റെ ക്രിസ്തുവിനെ ഉപേക്ഷിക്കില്ല. എന്റെ ജീവൻ ക്രിസ്തുവിനുള്ളതാണ്. ഞാൻ ഈശോയുടേതാണ്. ഈശോയെ, ഞാൻ അങ്ങേക്കുള്ളതാണ്, അങ്ങയുടേത് മാത്രം. പാറകളിൽ ആ ശബ്ദം പ്രകമ്പനമായി നിലകൊണ്ടു. പെട്ടെന്നൊരു വെടിശബ്ദം. അപ്പോ പാറയിൽ നിന്നൊരു ഭാഗം അടർന്നു വീണ് അവിടെ മണിനാദം പുറപ്പെട്ടു. ജനങ്ങളെല്ലാം ഓടിക്കൂടി. ക്രിസ്തുവിനോട് ദൈവസഹായം ചേർത്ത് വെച്ച് അവർ പാടിപ്പുകഴ്ത്തി. ദൈവസഹായം പിള്ളേ, നിന്നെ ഞങ്ങൾ നമിച്ചിടുന്നു. ക്രിസ്തുവിന് സാക്ഷിയാകാൻ ആഗ്രഹിച്ച മനുഷ്യനല്ലോ ഈ മണ്ണിൽ കിടക്കുന്നത്. ക്രിസ്തുവിന് സാക്ഷിയാകാൻ ആഗ്രഹിച്ച മനുഷ്യനല്ലോ ഈ മണ്ണിൽ കിടക്കുന്നത്. സഹനത്തിൻ പുണ്യാത്മാവേ, നിന്നെ ഞങ്ങൾ നമിച്ചിടുന്നു. സഹനത്തിൻ പുണ്യാത്മാവേ, നിന്നെ ഞങ്ങൾ നമിച്ചിടുന്നു. ക്രിസ്തുവിനെ സാക്ഷിയാകാൻ വന്ന ദൈവസഹായം പിള്ള മറ്റു മനുഷ്യരിൽ നിന്നും മാറ്റപ്പെടാൻ ശ്രമിച്ചെങ്കിലും ദൈവം സ്വർഗത്തിലെടുത്തു. 2022 മെയ് 15 ദൈവസഹായം പിള്ള വിശുദ്ധ പദവിയിലെത്തി. അൽത്തായിരയിലെ ഒരു പ്രകാശമായി മാറി. അൽത്തായിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ ദൈവസഹായം പിള്ളയുടെ പ്രാർത്ഥന എന്നും നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെക്കുക. ദൈവസഹായം പിള്ളേ വാഴുക, പനിനീർ സുമമായി ഞങ്ങളിൽ അനുഗ്രഹ പൂമഴയായി പെയ്യട്ടെ. നിൻ കൃപ ഞങ്ങൾക്കെന്നും പുണ്യാത്മാവേ നമിക്കണം. നിൻ കൃപ ഞങ്ങൾക്കെന്നും പുണ്യാത്മാവേ നമിക്കണം. നന്ദി, നമസ്കാരം.